ഈ ഞായറാഴ്ച ഞാൻ നേരെ പോയത് തൃശ്ശൂരിലേക്കാണ്. 9:30 ട്രെയിൻ കയറി ഞാൻ തൃശ്ശൂർ വന്നപ്പോഴത്തേക്ക് 11 മണിയായി. അവിടെ നിന്ന് ഞാൻ നേരെ പോയത് നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന അമ്പലത്തിലേക്കാണ്. ആ വെയിലത്ത് അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ചുറ്റിക്കറങ്ങി വന്നപ്പോൾ തന്നെ എനിക്ക് നന്നായി വിശക്കാൻ തുടങ്ങി. അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വുമൺസ് ഫുഡ് കോർട്ടിലാണ് ഞാൻ കഴിക്കാൻ വേണ്ടി കയറിയത്. 80 രൂപയ്ക്ക് ഒരു കിടിലൻ സദ്യ കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കുറച്ച് ചേച്ചിമാർ നടത്തുന്ന ഒരു നല്ല ഫുഡ് കോർട്ട്. ഫുഡ് കഴിച്ചിറങ്ങി ശക്തൻ സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് ബസ് കയറി ഞാൻ നേരെ പോയത് കോടന്നൂർക്കാണ്. ഷീനിയുടെ അമ്മ വീട് അവിടെയാണ് കേട്ടോ. ഇന്ന് അവരുടെ പള്ളിപ്പെരുന്നാളാണ്. ഞാൻ ചെന്ന് ബസ് ഇറങ്ങിയപ്പോഴത്തേക്കാണ് വെടിക്കെട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വെടിക്കെട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ബാൻഡ് സെറ്റ് അങ്ങോട്ട് തുടങ്ങി. അതിൻ്റെ ഒരു വൈബിൽ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. പിന്നെ ഞാൻ ഷിനി ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നേരെ വീട്ടിലേക്ക് പോയി. ഇതാണ് കേട്ടോ ഷിനിയുടെ അമ്മ വീട്. പള്ളിപ്പെരുന്നാളൊക്കെ ആയതുകൊണ്ട് മൊത്തം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ പുറത്ത് പോയി ചായ കുടിക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞാനും ഷിനിയും ഷിനിയുടെ അനിയത്തിമാരും അവരുടെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്ത് പോയി. നല്ല കൊതുകായിരുന്നു കേട്ടോ അവിടെ. അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ തന്ന മോസ്കിറ്റോ ബാറ്റുമായിട്ട് കൊതുകിനെ കൊല്ലുന്നതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരുത്തി പെണ്ണുകാടൽ ചടങ്ങിന് ചായയായിട്ട് വരുന്നത് പോലെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനമായിട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറേ നേരം സംസാരിച്ച് അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് തൃശ്ശൂർ ചേർപ്പ് തൈപ്പൂയം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ബ്ലോക്കായിരുന്നു റോഡ് മുഴുവൻ. ഞങ്ങൾ ഒരു വിധത്തിലാണ് അവിടെ ചെന്നത്. തൃശ്ശൂരുകാർക്ക് അമ്പലത്തിലെ ഉത്സവമായാലും പള്ളിയിലെ പെരുന്നാളായാലും വലിയൊരു ആഘോഷമാണ് കേട്ടോ. ഞാൻ വരുന്ന വഴിയിലെല്ലാം സകലമാന വീടുകളും ലൈറ്റ് കൊണ്ടൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ അമ്പലത്തിലെ ഉത്സവങ്ങളും പള്ളിയിലെ പെരുന്നാളും ഒക്കെ നേരിട്ട് പോയി കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ആകെ കിട്ടുന്നൊരു ഞായറാഴ്ച ഞാൻ എവിടേക്കെങ്കിലുമൊക്കെ പോകുന്നത് ഇങ്ങനെ കുറേ നല്ല കാഴ്ചകൾ കാണാനും നല്ല കുറേ അനുഭവങ്ങൾ നേടിയെടുക്കാനുമാണ് കേട്ടോ. ആകെ ഒരു ലൈഫേ നമുക്കുള്ളൂ. ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ എന്തിനു കൊള്ളാം. ഇങ്ങനെയുള്ള ആഘോഷങ്ങളും അതിൻ്റെ കാഴ്ചകളും ഒക്കെ കാണാൻ വല്ലപ്പോഴും നമ്മുടെ ലൈഫിൽ കിട്ടുന്നൊരു അവസരമാണ്. അത് മാക്സിമം മുതലാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. ഓരോ യാത്രകളും എന്നെ ഇങ്ങനെ പലതും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ചിന്തകളെ, എൻ്റെ മുൻവിധികളെ എല്ലാം യാത്രകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ കറക്കമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞങ്ങളെല്ലാവരും നല്ല ടയർഡായിരുന്നു. എങ്ങനെയെങ്കിലും പോയെന്ന് കിടന്ന് ഉറങ്ങിയാൽ മതിയെന്നായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി.